ഹലോ, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നെറ്റ് സാരി ഡ്രിപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെറ്റ് സാരി. ഇപ്പോൾ നെറ്റ് സാരിയുടെ എൻ്റെ ഭാഗം ഞാനൊന്ന് നോട്ട് ഇട്ടിട്ടുണ്ട്, അതായത് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി അത് സാരി പാവാടയുടെ റൈറ്റ് ഭാഗത്ത് വരുന്ന രീതിയിലായിട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാരി ഒന്ന് ചുറ്റി ഫ്രണ്ടിൽ ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനി എടുക്കാൻ പോകുന്നത് മുന്താണിയുടെ പ്ലീറ്റ്സ് ആണ്. അപ്പോൾ മുന്താണിക്ക് വേണ്ടിയിട്ട് മുന്താണി ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം എടുക്കാൻ പോകുന്നത് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് മുന്താണി പ്ലീറ്റ്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെറ്റ് സാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പ് പ്ലീറ്റ്സ് ഒന്നും പെർഫെക്റ്റായിട്ട് അങ്ങനെ ഭംഗിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഫ്രണ്ട് പ്ലീറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തേക്കുന്നത് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലീറ്റ് കിട്ടിയില്ല, അത് വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഭാഗത്ത് എക്സ്ട്രാ വരാത്ത രീതിയിലാണ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സാധാരണ നമുക്ക് റൈറ്റ് ഭാഗത്ത് കുറച്ച് ഭാഗം എക്സ്ട്രാ വരാറുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് താഴോട്ടുള്ള പ്ലീറ്റ്സ് കുറച്ച് വിരിഞ്ഞിരിക്കാനുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാക്സിമം പ്ലീറ്റ്സും എടുത്തിട്ടുള്ളത്. കുറച്ച് ടൈറ്റായിട്ടാണ് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ്സ് വന്നേക്കുന്നത്. ഇനി ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നില്ല പ്ലീറ്റ്സ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റൈറ്റ് ഭാഗത്ത് എക്സ്ട്രാസ് വന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ മാക്സിമം പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പൊന്തിക്കുന്ന ഭാഗം ഒന്ന് ഉള്ളിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പ്ലീറ്റ്സ് നോക്കിക്കോളൂ, ഭംഗിയായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ടൈറ്റായിട്ടുള്ള രീതിയിൽ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്ത് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നെറ്റ് സാരിക്ക് ആകെ രണ്ട് സേഫ്റ്റി പിൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി മുന്താണി പ്ലീറ്റ്സ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിപ്പ് പ്ലീറ്റ്സ് ഒന്നും അത്ര പെർഫെക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹിപ്പ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് വർക്കുള്ള സാരിയാണ്. ഇതിനകത്ത് ബ്ലാക്കും ഗ്രീനൊക്കെ ആയിട്ട് കുറേ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള സാരിയാണ്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് തല്ലൊന്നും അത്ര പെർഫെക്റ്റായിട്ട് ഹിപ്പ് പ്ലീറ്റ്സിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലീറ്റ്സും എടുക്കാതെ തന്നെ ഡയറക്റ്റ് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് ബാക്കി മുന്താണി പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ മുന്താണി പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്താണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം കുറച്ച് കൂടുതൽ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട്, ഒരു ബോർഡർ കുറച്ച് ചെറുതും അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ബോർഡർ വലുതായിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഫ്രണ്ട് പോർഷൻ മുഴുവൻ കവറായി പോകും. അങ്ങനെ ഒരു രീതിയിലാണ് ഈ സാരിയിൽ വർക്ക് കൊടുത്തേക്കുന്നത്. മുന്താണി പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ലെഫ്റ്റ് ഹിപ്പ് സൈഡ് നല്ലപോലെ ഒന്ന് വലിച്ചിട്ട് വേണം മുന്താണി പ്ലീറ്റ്സ് എടുത്തിട്ട് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇടാനായിട്ട്. എന്നാൽ മാത്രമാണ് ഹിപ്പിൻ്റെ ഏരിയയിൽ പെർഫെക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഒതുങ്ങിയിരിക്കുള്ളൂ. മറ്റുള്ള നെറ്റ് സാരീസ് പോലെയല്ല ഇതിനകത്ത്, ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഒരു ബോർഡർ വലുതും ഒരു ബോർഡർ ചെറുതായതുകൊണ്ട് നമ്മൾക്ക് വൺ ലെയർ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് ഫ്രണ്ട് പോർഷൻ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ സാരി കൊടുത്തേക്കുന്നത്. അതാണ് ഈ സാരിക്കുള്ള സ്പെഷ്യാലിറ്റി കൂടി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. രണ്ട് പിൻസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സാരി എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് ബൈ.